പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും ഭീകരതയുടെ ഒരു വിളനിലമാണ്, ഒരു കേന്ദ്രമാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആഗോള ഭീകരവാദ സൂചികയിലടക്കം പാകിസ്ഥാൻ 2ാം സ്ഥാനത്തെത്തിയതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കഴിഞ്ഞ 17 വർഷത്തെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് ബുധനാഴ്ച ആഗോള ഭീകരവാദ സൂചിക പുറത്തിറക്കിയിരുന്നു. ആ റിപ്പോർട്ടിൽ 163 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിൽ 2ാം സ്ഥാനം സ്വന്തമാക്കിയത് മറ്റാരുമല്ല, പാകിസ്ഥാനാണ്. ഭീകരവാദം തടയാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ബോധ്യമായ തെളിവായി ഇതിനെ നോക്കിക്കാണാൻ സാധിക്കും. തുടർച്ചയായി 5ാം വർഷം പാകിസ്ഥാൻ അങ്ങനെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ വർധനവ് രേഖപ്പെടുത്തി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദശകത്തിനിടയിൽ പാകിസ്ഥാനിലുണ്ടായ ഏറ്റവും വലിയ വാർഷിക വർധനവായും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45% വർദ്ധിച്ച് 1081 എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ നിരോധിത സംഘടനയായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന് നേർക്കുള്ള ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. രാജ്യം ആകെ അക്രമാസക്തമാകുന്നു. TTPയുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ 90%-ഓളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്തായി BLAയുടെ ആക്രമണങ്ങൾ, ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചെറുത്തുനിൽപ്പ്, ഇതൊന്നും തന്നെ പാകിസ്ഥാന് തടയിടാനായി സാധിക്കുന്നില്ല. 2024 പോലും പാകിസ്ഥാനിൽ നടന്ന മരണങ്ങളിൽ 52% ഉത്തരവാദി ഈ തീവ്രവാദ സംഘടനയായിരുന്നു. കഴിഞ്ഞ വർഷം TTP 482 ആക്രമണം നടത്തി. അതിൻ്റെ ഫലമായി 558 പേർ മരിച്ചു. കഴിഞ്ഞ വർഷത്തെ 293 മരണങ്ങളിൽ നിന്നും കുതിച്ചുയരുകയാണ് ചെയ്തത്. 91% വർധനവ് അതിനെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ ശ്രീലങ്കയിലെ തീവ്രവാദ സംഘടനയായ LTTയുടെ പ്രവർത്തനം പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായത്തോടെ കേരളത്തിലെ ചില മേഖലയിൽ നടത്തുന്നുവെന്നുള്ള സൂചന നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കേരളം ഭീകരവാദികൾ നോട്ടമിടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. അതിൻ്റെ ഭൂപ്രകൃതിയും അതുപോലെ രാഷ്ട്രീയ ചായ്വുകളുമൊക്കെ തന്നെ ഇതിന് അനുകൂലമാണെന്നുള്ള സൂചന പലരും എടുത്തു പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷക്കാലമായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അടക്കം കേരളത്തെ നോട്ടമിട്ടുകൊണ്ട് കേരളത്തിലെ അസ്വാഭാവികമായ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് പിന്നിൽ തമിഴ് പുലികളടക്കം പങ്കുചേർന്നിരിക്കാമെന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് വിപുലപ്പെടുത്തുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ശ്രീലങ്കൻ സ്വദേശി സുരേഷ് രാജിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിൽ LTTയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന വിവരമടക്കം NIAക്ക് കിട്ടിയത്. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി സഹകരിച്ചുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഇവർ നടത്തുന്നത്. അതുകൂടാതെ അറബിക്കടലിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള ബോട്ട് നീക്കമടക്കം നേരത്തെ കൃത്യമായി കോസ്റ്റ് ഗാർഡ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മലയാളികളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരമാണെങ്കിൽ പോലും കേന്ദ്ര ഏജൻസികൾക്ക് ഇതൊന്നും തന്നെ പുത്തരിയുള്ള അറിവല്ല. ഇതിനു മുൻപും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി തന്നെ കണ്ടെത്തിയതാണ്. പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ലഹരിമരുന്നും ആയുധവും ഒക്കെ തന്നെ കടത്തുന്നത് ഈ സംഘമാണെന്നാണ് സംശയിക്കുന്നത്. അങ്ങനെയാണ് ശ്രീലങ്കയിലെ ഈ സംഘവും പാകിസ്ഥാൻ സംഘവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടാകുന്നത്. ഈ സംഘത്തിന് ചുക്കാൻ പിടിക്കുന്നത് LTT നേതാക്കളാണെന്നും സൂചന ഉണ്ടായിരുന്നു. 2023 ഏപ്രിൽ മാസത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് 300 കിലോ ഹെറോയിനും AK-47 തോക്കുകളുമായിട്ടാണ് ശ്രീലങ്കൻ ബോട്ട് പിടികൂടിയത്. അതിന് പിറകെയാണ് കേരളത്തിലെ മുൻ LTT സംഘത്തിലേക്കുള്ള അന്വേഷണം നീണ്ടുപോയത്. ഈ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സുരേഷ് രാജും സഹോദരൻ രമേഷും 1 വർഷം മുന്നേ കുടുംബമായി കേരളത്തിലെത്തി. അതായത് 2022 കേരളത്തിലെത്തി. തുണി വ്യാപാരമെന്ന് പറഞ്ഞുകൊണ്ട് വിമാനത്താവളത്തിൽ കയറ്റുമതി ജോലിയാണെന്ന് നാട്ടുകാരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നെടുമ്പാശ്ശേരി അത്താണിയിലെ വീട്ടിൽ 25,000 രൂപ വാടക നൽകി താമസിക്കുകയായിരുന്നു ഇവർ. തമിഴ്നാട്ടുകാരെന്ന് വ്യാജരേഖയുണ്ടാക്കി താമസിച്ചു. ഇവർക്ക് IS ഭീകര സംഘടനയായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ LTT നേതാക്കൾ ഇവർക്ക് ലഹരിമരുന്ന് ആയുധകടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അടക്കം കിട്ടി. പാകിസ്ഥാൻ അതിർത്തി വഴിയാണ് സംഘം ശ്രീലങ്കയിലേക്ക് ലഹരി വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ കടത്തിയത്. അറസ്റ്റിലായ 3 പേരും ലഹരിക്കടത്തിനായി 1 വർഷത്തോളം കേരളത്തിൽ ഒളിച്ചു താമസിച്ചു എന്ന നടുക്കുന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. ലഹരി ആയുധ ഇടപാടുകൾ വളരെ സൗകര്യപ്രദമായി നടത്താൻ വേണ്ടിയിട്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് തന്നെ ഒരു വാടക വീടെടുത്ത് താമസം ആരംഭിച്ചത്. സംസ്ഥാനത്ത് തമിഴ്നാട്ടുകാരെന്ന വ്യാജേന ഒട്ടനവധി ശ്രീലങ്കൻ പൗരന്മാർ താമസിക്കുന്നുവെന്ന വിവരം NIAക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ NIA സംഘം കൃത്യമായ ഇടപെടലും നടത്തുന്നുണ്ട്. കേരള പോലീസിന്റെ ജാഗ്രത കുറവിനെ തന്നെയാണ് ഇതിലും കുറ്റപ്പെടുത്തുന്നത്. ഇത്തരം സംഭവങ്ങൾക്ക് കാരണവും ഇത് തന്നെയാണെന്ന് ഏവരും പറയുന്നു. കർശനമായ നിരീക്ഷണം ഇല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം വളരെ ദയനീയമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഒളിച്ചു താമസിക്കാൻ സ്വസ്ഥമായ ഒരു മേഖല കേരളം തന്നെയാണെന്ന് തീവ്രവാദികൾ അടക്കം കരുതുന്നു. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമല്ല. കേരളത്തിൽ താമസിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ വളരെയധികം താല്പര്യം തീവ്രവാദ സംഘടനകൾ പങ്കുവെക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിനിടയിൽ തന്നെയാണ് ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു വിഷയം കൂടി ശ്രദ്ധയിൽ വരുന്നത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ASIയുടെ ഒരു ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് SDP-യുടെ സംസ്ഥാന നേതാവ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മറ്റും വാങ്ങിയ വിഷയം, ടെലിവിഷൻ അടക്കം വാങ്ങിയത്
ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ പോപ്പിൾ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള SDPI ASI പദവിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇക്കാര്യം ആരും തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നു. തൻ്റെ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് SDPI നേതാവിനെ സഹായിക്കുന്നു. അതിനെ കൃത്യവിലോപമെന്നല്ല, ഗുരുതര കുറ്റകൃത്യമായിട്ടാണ് പറയേണ്ടത്. ഇക്കാര്യം കണക്കിലെടുത്ത് ഈ ഉദ്യോഗസ്ഥനെ ഉടനടി തന്നെ സസ്പെൻഡ് ചെയ്തു. ASI സലീമിനെതിരെയാണ് റൂറൽ SP വൈഭവ് സക്സേനയുടെ നടപടി ഉണ്ടായത്. തനിക്ക് TV വാങ്ങാൻ സലീമിൻ്റെ സഹോദരൻ ഈ കാർഡ് ഉപയോഗിച്ചുവെന്നാണ് SDPI നേതാവ് നൽകുന്ന വിശദീകരണം. എന്നാൽ അവിടെ കൊണ്ടൊന്നും തന്നെ ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ശരിയായ കാര്യങ്ങൾ വസ്തുത പുറത്തു വരികയുള്ളൂ. സഹോദരനാണ് ഈ കാർഡ് ഉപയോഗിച്ചതെന്നാണ് സസ്പെൻഷനിലായ ASI മൊഴി കൊടുത്തിരിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ സലീമിൻ്റെ SDPI നേതാക്കളുമായിട്ടുള്ള ബന്ധം, അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പെരുമ്പാവൂർ പോലീസ് ക്യാൻറ്റീനിലാണ് സലീമിൻ്റെ കാർഡുമായി SDPI സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള VK ഷൗക്കത്ത് അലിയും കൂട്ടരും എത്തിയത്. TV വാങ്ങി പുറത്തിറങ്ങി. പിന്നാലെ ഷൗക്കത്ത് അലിയെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ തിരിച്ചറിഞ്ഞു. പിന്നീട് ഒരു പരിശോധന നടത്തി. അതിലൂടെയാണ് ASI സലീമിൻ്റെ കാർഡ് ഉപയോഗിച്ച് TV വാങ്ങിയെന്ന് കണ്ടെത്തി. കൂട്ടത്തിൽ സലീം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള വിഷയം. പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബത്തിനും മാത്രമാണ് പോലീസ് ക്യാൻറ്റീനിൽ നിന്നും ഈ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ അനുമതിയുള്ളൂ. പ്രത്യേകിച്ചും ഈ കാർഡ്, ക്യാൻറ്റീൻ കാർഡാകട്ടെ, മറ്റാർക്കും കൈമാറാനുള്ള അധികാരം പോലുമില്ല. കാർഡിൻ്റെ ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെയാണ് സലീമിനെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ചും SDPIയുടെ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്? എന്ത് തരത്തിലുള്ള ബന്ധമാണ്? ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ കാർഡ് കൊടുക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? വഴിവിട്ട രീതിയിൽ ഏതെങ്കിലും സഹകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. കാർഡ് ഉപയോഗിച്ചത് താനല്ലെന്നും ASIയുടെ സഹോദരനാണെന്നുമാണ് SDPI നേതാവും ഇപ്പോഴും വാദിക്കുന്നത്. സലീമിൻ്റെ സഹോദരൻ തൻ്റെ സുഹൃത്താണെന്നും വീട്ടിലേക്ക് പുതിയ TV വാങ്ങാനാണ് ക്യാൻറ്റീനിലേക്ക് പോയതെന്നുമാണ് ഷൗക്കത്ത് അലിയും പറയുന്നത്. എന്തായിരുന്നാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കുറിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു താവളമായി അറിയപ്പെടുന്ന പെരുമ്പാവൂർ മേഖല, അവിടെ നിരവധി തവണയാണ് NIA സംഘം പാഞ്ഞെടുത്ത് ഒട്ടനവധി ആളുകളെ സംശയാസ്പദമായ രീതികളിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളുടെ ഒരു സ്വാധീന മേഖല കൂടിയായിരുന്നു. ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കേസുകൾ പല ഘട്ടങ്ങളിലായി ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പച്ച വെളിച്ചമെന്ന പേരിൽ കേരള പോലീസിൻ്റെ തീവ്രവാദികളെ സഹായിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് അടക്കം നേരത്തെ പല മാധ്യമങ്ങളും പുറത്ത് വിട്ടതാണ്. പോലീസിലെ തന്നെ ഈ ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയായിട്ടുള്ള NIA സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് അടക്കം കൊടുത്തിരുന്നു. 300-ലധികം പോലീസുകാർക്ക് ഇവരുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സ്ഥിതിവിശേഷത്തിന് ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് ഇതുവരെയും യാതൊരുവിധ നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഖേദകരം. തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരൻ രഹസ്യ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് പോലും വലിയ വിവാദമായിരുന്നു. ഭീകരവാദ സംഘടനയായ പോപ്പിൾ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ട് പോലും കേരളം തീവ്രവാദികളുടെ സങ്കേതമായി തുടരുന്നു എന്ന ആക്ഷേപത്തിന് കൂടുതൽ ആക്കം നൽകുന്ന സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന പേരിൽ കേരളത്തിൽ പലയിടത്തും നടത്തുന്നുണ്ട്. അതിനൊത്താശ ചെയ്തതാകട്ടെ പോലീസ് എന്നുള്ള ആക്ഷേപവും കേരള പോലീസിന് കേൾക്കേണ്ടി വരുന്നു. എന്തായിരുന്നാലും ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ പുറത്തു വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസ് NIA ഏറ്റെടുത്ത് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത്തരം അപകടകരമായിട്ടുള്ള ബന്ധത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ. കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.